ഒരു ഇണയും മറ്റൊരു ഇണയെ വെറുക്കരുത്. എന്തെങ്കിലും ഒരു സ്വഭാവം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ മനസ്സിൽ വലിയ തൃപ്തി ഉള്ളതായി കിട്ടും. ആ തൃപ്തി ഉള്ളത് വേറെ പലതും നല്ലതാണെന്ന് കരുതുന്ന ആൾക്കാർക്ക് ഉണ്ടാകൂല. അപ്പൊ കുടുങ്ങിപ്പോകും. ആ തൃപ്തിയുടെ പിന്നിൽ നിന്നിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? ഏതൊരാണിനെ പെണ്ണിനെ സ്വീകരിച്ചാലും ഈ തല ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഒരു സ്വഭാവം ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു പോരായ്മ ഉള്ളത്, പക്ഷെ പരിഹരിക്കാൻ അപ്പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ നല്ല സ്വഭാവങ്ങളുണ്ട്. എന്താണ് ഒരു സ്വഭാവം നമുക്ക് കുറവുള്ളത്? ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയാണെങ്കിലും സ്പീഡ് കുറച്ച് കുറവാണ്, സൂക്ഷിച്ചിങ്ങനെ ചെയ്യാൻ. പക്ഷെ ഇബാദത്തിൽ നല്ല സൂക്ഷ്മത ഉള്ള പെണ്ണാണ്, നല്ല ഹയാ ഉള്ള പെണ്ണാണ്, നല്ല സ്നേഹം നൽകുന്ന പെണ്ണാണ്. നമുക്ക് വല്ലതും പറ്റിയാൽ സ്നേഹം കൊണ്ട് അപ്പുറത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന പെണ്ണാണ്. നമ്മൾ മോഹിച്ചത് നമ്മളെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും സുഖത്തിന്റെയും ഒരു മാറ്റർ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനെ കിട്ടിയാൽ ഈ സന്തോഷങ്ങളൊന്നും ഒരുപക്ഷെ അതിൽ നിന്ന് കണ്ടില്ലെന്ന് വരും. നമ്മളെ വിചാരത്തിന്റെ ശമനങ്ങൾക്ക് വേണ്ടി നല്ല സൗന്ദര്യമുള്ളതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരിക. അത് ആശിച്ചുകൊണ്ട് ഈ സ്വഭാവങ്ങളുള്ളതിനൊക്കെ നമ്മളങ്ങ് മാറ്റി നിർത്തിയപ്പോ തിരിച്ചു കൊണ്ടുവന്നത് നിന്റെ വികാരശമനത്തിനൊക്കെ മുന്തിയതാണ്. പക്ഷേ നിസ്കരിക്കാനുള്ള മടിയുണ്ടല്ലോ, നോമ്പ് നോൽക്കാനുള്ള മടിയുണ്ടല്ലോ. ഒന്ന് ഖുർആൻ ഓതിയപ്പോഴേക്ക് നമ്മൾ കരഞ്ഞുപോയി. കാരണം നേരത്തെയുള്ള ഇണ ഖുർആൻ ഓതിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. തെറ്റുകൂടാത്ത ഓത്താ, പഠിക്കാൻ പറ്റിയ ഓത്താ, നിസ്കാരത്തിൽ നല്ല തഖ്വയാ, അടുക്കളയിൽ നല്ല വൃത്തിയാ. നിന്റെ ശരീരത്തിന്റെ മോഹം മാത്രം ലാക്കാക്കി ഈ തഖ്വയുള്ള ഈമാനുള്ള ഇഖ്ലാസുള്ള പെണ്ണിനെ നീ ഒഴിവാക്കിയപ്പോ റബ്ബ് നിനക്ക് തന്നൊരു പരീക്ഷണം കണ്ടില്ലേ? നിന്റെ ശരീരത്തിന്റെ സുഖത്തിന് അവർ ബെറ്ററാണ്, അതേ സമയത്ത് നീയും അവളും തമ്മിൽ ദീനിലൊക്കൂല, സ്വഭാവത്തിലൊക്കൂല, സംസ്കാരത്തിലൊക്കൂല. നേരത്തെയുള്ള പെണ്ണിനെന്താ കുറവ്? പണിക്ക് കുറച്ച് സ്പീഡ് കുറവായിരുന്നു, എന്നാൽ എല്ലാം നിർവഹിച്ചു തരുന്നുണ്ട്. നിന്റെ വിചാരങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ട്, മക്കളെയും നല്ലോണം തർബിയത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടു ജോലി എടുക്കുന്നത് കുറച്ച് സാവകാശമേ ചെയ്യൂ. അതൊരു സൂക്ഷ്മത കൊണ്ടും വൃത്തി കൊണ്ടും അങ്ങനെ ചെയ്തു വരികയാണ്. രണ്ടാമതായതിന്റെ പേരിൽ നീ അവനെ ഒഴിവാക്കി, ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചു. നിനക്ക് സുഖങ്ങളും മറ്റൊക്കെ കുറവാന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ നിന്നെ എതിർത്തപ്പോഴും നീ അവരെ ഭാഷയൊന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് നീ നോക്കി തേടി പിടിച്ചു കൊണ്ടുവന്നതോ നിസ്കാരം, അതിന് ശീലമില്ല. അങ്ങ് പറഞ്ഞാലോ നിങ്ങളെ ഖബറിലേക്ക് നിങ്ങളാണ്, എന്റെ ഖബറിലേക്ക് ഞാനാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു തരുന്നില്ലേ?